തുടങ്ങാല്ലേ? പതിനെട്ടാമത് ലോകസഭാ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾ ഇന്ത്യയിലുടനീളം ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം BJP ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാനാവണം എന്നുള്ളതായിരുന്നു. ജനാധിപത്യ മതനിരപേക്ഷ ഫെഡറൽ സംവിധാനത്തെയും ഭരണഘടനയെയും തകർത്ത് ഹിന്ദുത്വ അജണ്ട, ഫാസിസ്റ്റ് രീതിയിലുള്ള നിലപാടുകളിലൂടെ ചാതുർവർണ്ണ വ്യവസ്ഥക്ക് അടിസ്ഥാനപ്പെടുത്തിയ ഭരണഘടനയും അതിനുതകുന്ന രീതിയിലുള്ള ഭരണ സംവിധാനവും കൈകാര്യം ചെയ്യാനുള്ള ഭൂരിപക്ഷം 18ാം ലോകസഭാ തിരഞ്ഞെടുപ്പിലൂടെ നേടാനാവും. 370 മുതൽ 430 വരെ സീറ്റ് BJP കരസ്ഥമാക്കും എന്നായിരുന്നു പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള BJP നേതൃത്വമാകെ ഇന്ത്യയിലുടനീളം പ്രചരണം അഴിച്ചുവിട്ട് തിരഞ്ഞെടുപ്പ് പോരാട്ടത്തെ അഭിമുഖീകരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യം മുതലേ എടുത്ത നിലപാട് BJPയുടെ ഈ അമിതാധികാര ശേഷി ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ ഉദ്ദേശിക്കുന്ന ഹിന്ദുത്വ അജണ്ടയെ പ്രതിരോധിക്കാനാവണം എന്നുള്ളതാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്ക് വളരെ വേഗം അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണ സംവിധാനത്തിലേക്ക്, ഫാസിസ്റ്റിക് രീതിയിലുള്ള സംവിധാനത്തിലേക്ക് പോകാനാവുന്ന രീതിയിലുള്ളതല്ല തിരഞ്ഞെടുപ്പ് വിധി. BJPക്ക് ഒറ്റക്ക് ഭൂരിപക്ഷമില്ലാത്ത നില വന്നു ചേർന്നിരിക്കുകയാണ്. കൂട്ടുമുന്നണിയുടെ ഭാഗമായിട്ടാണ് അവർക്ക് ഭരിക്കാൻ സൗകര്യം ലഭിച്ചത്. ഇന്ത്യ സഖ്യവും NDA സഖ്യവും തമ്മിൽ 2% വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. വളരെ ചെറിയ 10, 30, 35 വോട്ട് കൂടി അല്ലെങ്കിൽ സീറ്റ് കൂടി ഇന്ത്യ സഖ്യത്തിന് ലഭിച്ചിരുന്നുവെങ്കിൽ ഭൂരിപക്ഷം തന്നെ നേടാനാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നു. അത് നേടാനായില്ല എന്നുള്ളത് കോൺഗ്രസ് അതിൻ്റെ സംഘടനാ ആശയ വ്യക്തതയോടുകൂടിയുള്ള നിലപാട് കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിൽ വരുന്ന വീഴ്ച കൂടി ചേർത്തുകൊണ്ടാണ് അതുണ്ടായത്. സത്യം പറഞ്ഞാൽ ഏതായാലും ഞങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ആകെ ഉയർത്തിയ BJPയെ താഴെ ഇറക്കാനാവണം എന്ന മുദ്രാവാക്യം പൂർണ്ണമായിട്ടില്ലെങ്കിലും ഇപ്പോഴും ഹിന്ദുത്വ ശക്തികളുടെ അപകടം കേരളത്തിലും ഇന്ത്യയിലും നിലനിൽക്കുന്നുണ്ട്. എങ്കിലും അവരുടെ അജണ്ട കൈകാര്യം ചെയ്യാൻ അവർക്കാവാത്ത രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യൻ ജനത സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ ഭാഗമായിട്ട് വേണം കേരള രാഷ്ട്രീയത്തിലേക്ക്, കേരളത്തിലെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാൻ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച വിജയം നേടാനാവാത്ത നിലയാണ് ഉണ്ടായത്. നല്ല പരാജയമാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായത്. UDFന് 18 സീറ്റ് നേടാനായി. ഒരു സീറ്റ്
BJPക്കും നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ മറ്റൊരു കാര്യം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ 2019 പോലെ ഒരു സീറ്റ് മാത്രമേ നേടാൻ സാധിച്ചിട്ടുള്ളൂ. ദേശീയ രാഷ്ട്രീയം എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെടുന്ന കേരളീയ ജനതയുടെ ഒരു പ്രത്യേകത ഇവിടെ നമുക്ക് അറിയുന്നത് പോലെ ഇന്ത്യ സഖ്യം BJPയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അഖിലേന്ത്യാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക. സ്വാഭാവികമായും കേരളത്തിൽ ഏറ്റുമുട്ടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDFും തമ്മിലാണ്. ഇത് കേരളത്തിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ളൊരു പരിമിതിയാണ്. അത് ഞങ്ങൾ നന്നായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ദേശീയ തലത്തിൽ ഒരു ഗവൺമെൻറ് രൂപീകരിക്കുക, അതിന് നേതൃത്വം നൽകുക എന്നൊക്കെ ചെയ്യുന്നത് ഒരിക്കലും CPIM ആവില്ലല്ലോ. അതിനുള്ള സാധ്യത കോൺഗ്രസിനാണല്ലോ എന്ന ഒരു പൊതുബോധം മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനങ്ങളിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് നല്ലപോലെ പ്രതികൂലമായിട്ട് ബാധിച്ച ഒന്നാണ്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ദേശീയ രാഷ്ട്രീയവുമായിട്ട് കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായുള്ള പരിമിതിയാണ്. അത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും അത് കണ്ടിട്ടുണ്ട്, ഇപ്രാവശ്യവും അതുതന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഇതിൻ്റെ ഒപ്പം വളരെ കാണേണ്ടുന്ന ഒരു കാര്യം, UDF ജമാഅത്ത് ഇസ്ലാമും അതുപോലെ തന്നെ SDPI, പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെ ലീഗ് കോൺഗ്രസ് ഐക്യം, കാരണം മറ്റ് തിരഞ്ഞെടുപ്പുകളിലെല്ലാം അസംബ്ലി തിരഞ്ഞെടുപ്പായാലും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പായാലും യഥാർത്ഥത്തിൽ ഇവരെല്ലാം മത്സരിക്കാറുണ്ട്. SDPI, അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി, അതുപോലെ ജമാഅത്ത് ഇസ്ലാം ഉൾപ്പെടെയുള്ളവരെല്ലാം അതിൻ്റെ രാഷ്ട്രീയ കക്ഷികളെന്ന രീതിയിൽ മത്സരിക്കുകയും വളരെ ചുരുക്കം സീറ്റുകളിലൊക്കെയാണ് മത്സരിക്കുന്നതെങ്കിലും അവർക്ക് എല്ലാ മണ്ഡലങ്ങളിലും വോട്ടുണ്ട്. ഈ വോട്ടെല്ലാം ഇപ്രാവശ്യം ഒരു ഐക്യമുന്നണി പോലെ വർഗീയ ധ്രുവീകരണം സംഭവിക്കത്തക്ക രീതിയിൽ കൈകാര്യം ചെയ്തത് ഈ മുസ്ലിം രാഷ്ട്രം വേണം, മുസ്ലിം ഫണ്ടമെൻ്റലിസത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ജമാഅത്ത് ഇസ്ലാമും അതുപോലെ തന്നെ SDPIയും അത് പോപ്പുലർ ഫ്രണ്ടും എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുന്നണിയിൽ പ്രവർത്തിക്കുന്നത് പോലെ ഇടതുപക്ഷത്തിനെതിരായി ഇവരും ലീഗും കോൺഗ്രസും ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. താൽക്കാലികമായിട്ട് അവർക്ക് ജയിക്കാനും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് വളരെ ഗൗരവമുള്ള ദൂരവ്യാപകമായ ഒരു പ്രശ്നം തന്നെയാണ്. മാത്രമല്ല മതനിരപേക്ഷ ഉള്ളടക്കമുള്ള നിരവധി ജനവിഭാഗങ്ങൾ, അത് ഭൂരിപക്ഷത്തിലും ന്യൂനപക്ഷത്തിലും ഒക്കെയുണ്ട്. അവരിതിനെ രാഷ്ട്രീയമായിട്ട് അംഗീകരിക്കുന്നില്ല. ജമാഅത്ത് ഇസ്ലാം ഉൾപ്പെടെയുള്ള ഈ തീവ്രവാദ സംഘത്തെ അവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഇതിനെ നല്ലതുപോലെ തുറന്നെതിർത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ മതനിരപേക്ഷ ശക്തികൾക്കാവണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കണ്ട ഒരു കാര്യം. വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം,
ഞാനിത് UDF-ഉമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് വിശദീകരിക്കുന്നത്. ഈ വ്യത്യസ്ത ജാതി വിഭാഗങ്ങൾ, അതുപോലെ വ്യത്യസ്ത സ്വത്വ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന RSSൻ്റെ സംഘപരിവാർ വിഭാഗത്തിൻ്റെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ വിഭജിതമായ രീതിയിൽ ഇവരെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വർഗീയ ശക്തികൾക്ക് കീഴ്പ്പെടുന്ന ഒരു നിലപാടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. RSS സംഘപരിവാർ വിഭാഗം ഇത്തരം സ്വത്വ രാഷ്ട്രീയത്തെയും ജാതി ചിന്താ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. മതനിരപേക്ഷത എന്നതിന് പകരം ജാതിബോധവും പിന്നീട് വർഗീയതയും തുടർന്ന് RSSൻ്റെ വർഗീയ ധ്രുവീകരണത്തിലേക്കും ഈ വിഭാഗങ്ങളിൽ ചിലത് എത്തിച്ചേർന്നു എന്നുള്ളത് സത്യം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് SNDP. SNDP എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന നാരായണ ഗുരുവിൻ്റെ ദർശനത്തെ ഉയർത്തിപ്പിടിച്ച് രൂപം കൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ്. എന്നാൽ തുഷാർ വെള്ളാപ്പള്ളി BDJSൻ്റെ രൂപീകരണത്തോടുകൂടി BJP ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്ത ഈ ജനവിഭാഗങ്ങളിലേക്കുള്ള കടന്നുകയറ്റത്തിൻ്റെ അജണ്ട അവർ പതിറ്റാണ്ടായിട്ട് കൈകാര്യം ചെയ്തു വരികയാണ്. SNDP വിഭാഗം എല്ലാ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം ഉൾച്ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. അതിൽ വർഗീയവൽക്കരണത്തിലേക്ക് നീങ്ങുന്ന ഒരു വിഭാഗം BJPക്ക് വേണ്ടി സജീവമായി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന വസ്തുത. ശ്രീനാരായണ ഗുരുവിൻ്റെ ദാർശനിക നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചും പിന്നണിയിൽ നിൽക്കുന്ന ഈ ജനവിഭാഗങ്ങളുടെ ഉദ്ധരിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലൂടെയും ഒപ്പം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ നടത്തിയ പോരാട്ടങ്ങളിലൂടെയുമെല്ലാം ഒരു പുതിയ കേരളം രൂപപ്പെട്ടപ്പോൾ ആധുനിക കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബലമായ ശക്തിയായി പിന്നണി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ ഉൾപ്പെടെ മുന്നോട്ടേക്ക് വന്നു എന്നുള്ളത് സത്യം. ആ രീതിയിൽ കേരളീയ സമൂഹത്തെയും മതനിരപേക്ഷതയെയും എല്ലാം കണ്ടുകൊണ്ടിരുന്ന ഈ ജനവിഭാഗം തീർച്ചയായും നാരായണ ഗുരുവിൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന ദാർശനിക സമീപനത്തിലൂടെ തന്നെ മുന്നോട്ടേക്ക് പോകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകളും സമീപനങ്ങളും SNDPയുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ നേതൃത്വ വിഭാഗം ഉൾപ്പെടെ ഇപ്രാവശ്യം കൈകാര്യം ചെയ്തു എന്നുള്ളത് അവർ തന്നെ വിമർശനപരമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. നല്ല രീതിയിൽ നിരവധി മേഖലയിൽ BJPക്ക് അനുകൂലമായി, RSSന് അനുകൂലമായി, സംഘപരിവാറിന് അനുകൂലമായി അത്തരം വോട്ട് മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടന്നു എന്നുള്ളതാണ് സത്യം.
അപ്പോൾ ജാതി രാഷ്ട്രീയത്തിൻ്റെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ താത്വികമായിട്ടെല്ലാം പറയുമെങ്കിലും സ്വത്വരാഷ്ട്രീയത്തിൻ്റെയും കാര്യങ്ങളിൽ കേരളത്തിൽ ഇവിടെ ഈ ഇടപെടൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വരേണ്ടുന്ന ഒരു വിഭാഗം വോട്ട് നഷ്ടമായിട്ടുണ്ട് എന്ന കാര്യവും ഞങ്ങൾ കൃത്യമായിട്ട് കാണുകയുണ്ടായി. വേറൊരു പ്രധാനപ്പെട്ട ഭാഗം കേരളത്തിലെ ക്രൈസ്തവ ജനവിഭാഗം എല്ലാ കാലത്തും വർഗീയതക്കെതിരായിട്ട് നിലകൊള്ളുന്ന ഹിന്ദുത്വ അജണ്ട കൈകാര്യം ചെയ്യുന്നവർക്കെതിരായിട്ട് നിലകൊണ്ട ഒരു വിഭാഗമാണ്. ഞങ്ങളുടെ കൂടെ ഒരു വലിയ വിഭാഗം ഒന്നും പറയാൻ സാധിക്കില്ല, ഒരു ചെറിയ വിഭാഗം ഞങ്ങളോടൊപ്പം ഉണ്ട്, നല്ലൊരു വിഭാഗം കോൺഗ്രസിനോടൊപ്പമാണ്. ഇപ്രാവശ്യത്തെ പ്രത്യേകത അതിലൊരു വിഭാഗം പല കാരണങ്ങളുണ്ട്, ഭീഷണി ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ടാകും. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല. BJPക്ക് അനുകൂലമായിട്ട് മാറി എന്നുള്ളത് സത്യം. ചില മേഖലകളിൽ ബിഷപ്പുമാരുൾപ്പെടെ സജീവമായ പ്രവർത്തനത്തിൽ അവരുടെ ഔദ്യോഗിക പരിപാടികളിൽ തന്നെ പങ്കെടുക്കുകയുണ്ടായി. തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ 86,000 വോട്ടിൽ ചോർന്നുപോയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം ഈ വിഭാഗം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വിഭാഗം ഉൾപ്പെടെയാണ്. അപ്പോൾ വർഗീയമായ ധ്രുവീകരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ ജാതീയ വിഭാഗം മാത്രമല്ല മതപരമായ വിഭാഗത്തെയും ഉപയോഗിച്ചിട്ടുണ്ട്. വിശ്വാസത്തെയും വിശ്വാസ പ്രമാണങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി നടത്തിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ RSSനും സംഘപരിവാർ വിഭാഗത്തിനും ഈ രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ട് ജനങ്ങളെ മാറ്റുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത് സംബന്ധിച്ച് ആലോചിച്ചത് വളരെ ഗൗരവപൂർവം ജനങ്ങളിലേക്ക് പോകണം എന്ന് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ പരാജയം അതിനിടയാക്കിയിട്ടുള്ള ഇത്തരത്തിലുള്ള ദാർശനിക കാഴ്ചപ്പാടുകൾ, വർഗീയവൽക്കരണത്തിന് ഉതകുന്ന നിലയിലുള്ള നിലപാടുകൾ എല്ലാം കണ്ടുകൊണ്ട് നല്ല ജാഗ്രതയോടെ ഗൗരവപൂർവം ജനങ്ങളെ സമീപിക്കാനും ജനങ്ങളിലുണ്ടായിട്ടുള്ള ഈ തെറ്റിദ്ധാരണ, അന്ധവിശ്വാസ ജടിലമായ ഒരുപാട് കാര്യങ്ങൾ, തെറ്റായ സമീപനങ്ങൾ, നിലപാടുകൾ, ഇതിനെല്ലാം തിരുത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഞങ്ങളുടെ പരാജയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ ഓരോരുത്തരും ഓരോരോ കാര്യമാണ് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ ഒരു പരിശോധനയാണ് ഞങ്ങൾ നടത്തിയത്. അതിൽ ആദ്യം പറഞ്ഞ ഈ ഭാഗം, ദേശീയ രാഷ്ട്രീയം മുതൽ ഉൾപ്പെടെയുള്ള ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം ജനങ്ങൾക്ക് നൽകേണ്ടുന്ന ആശ്വാസ നടപടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ രൂപപ്പെടുത്തി വളർത്തിയെടുത്ത ഒരു ജനകീയമായ പശ്ചാത്തലമുണ്ട് കേരളത്തിൽ. ദാരിദ്ര്യം പരിപൂർണമായി അവസാനിപ്പിക്കാനുള്ളൊരു ഇടപെടൽ, എല്ലാവർക്കും ഒരു ശരാശരി മനുഷ്യനായിട്ട് ജീവിക്കാനുള്ള പശ്ചാത്തലം ഒരുക്കൽ, വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിടം ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ബദലായി രാജ്യത്തിൻ്റെ മുമ്പിലുണ്ട്. അതിൽ കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പം കേരളത്തിലെ പ്രതിപക്ഷവും കഴിഞ്ഞ കുറച്ച് കാലമായി എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം കേരള വിരുദ്ധമായ സമീപനമാണ്.
കേരളത്തെ സാമ്പത്തികമായി തകർക്കുക, അതുവഴി മാത്രമേ ഈ സേവന മേഖലയിലുള്ള പ്രവർത്തനം നിർത്തിവെക്കാൻ സാധിക്കുള്ളൂ എന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട്, അതിന് പിന്തുണ നൽകുന്ന UDFൻ്റെയും BJPയുടെയും കേരളത്തിലെ സമീപനം, ഇതിന് പൂർണ്ണമായിട്ടും പിന്തുണ നൽകിയ UDF MPമാരുടെ നിലപാട്, ഇതെല്ലാം ചേർത്ത് ജനങ്ങൾക്ക് കൃത്യതയോടുകൂടി നൽകേണ്ടുന്ന നിരവധി കാര്യങ്ങൾ, പെൻഷൻ ഉൾപ്പെടെ, അധ്യാപകർക്കും ജീവനക്കാർക്കും നൽകേണ്ടുന്ന DA ഉൾപ്പെടെ നിരവധി കാര്യങ്ങളുണ്ട്. ഓരോന്നോരോന്നായിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, ഓരോരുത്തർക്കും ഓരോന്നോരോന്ന് പറയാം, കണ്ടെത്താം. ഞാനിതെല്ലാം ചേർത്തുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ നൽകേണ്ടിയിരുന്ന നിരവധി അവരുടെ അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ കൃത്യതയാർന്ന രീതിയിൽ നൽകാനായില്ല എന്ന ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രശ്നം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതാണ് എന്നെല്ലാം പറയാമെങ്കിലും ജനങ്ങൾ അനുഭവിക്കുന്നത്, അത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇല്ലാതാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിൻ്റെ പ്രതിഫലനവും ഈ വോട്ടിങ്ങിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അതേപോലെ നമുക്കെല്ലാം അറിയുന്ന രീതിയിൽ കേരളത്തിൻ്റെ തനത് വരുമാനം മറ്റു ചില സംസ്ഥാനങ്ങളെപ്പോലെ, ഇപ്പം തമിഴ്നാടിനെ പോലെയൊന്നും വലിയ വരുമാനം കേരളത്തിന് ഇല്ല. നല്ല ശ്രമം ഗവൺമെൻറ് നടത്തിയത് കൊണ്ടാണ് ട്രഷറി ഒന്നും പൂട്ടിപ്പോവാതെ ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇത് പരിശോധിച്ചപ്പോൾ സ്വയം വിമർശകരുമായിട്ട് ഞങ്ങളൊരു കാര്യം കണ്ടു. ഇതെല്ലാം ചേർന്ന് ഉള്ള സന്ദർഭത്തിലും ഞങ്ങളുടെ ധാരണ കേരളത്തിൽ ജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ്. അല്ല, ഇതെല്ലാം ഞങ്ങൾ ആദ്യം കണ്ടത് തന്നെയാണ്. എന്നാൽ ഇതെല്ലാം ഉള്ളപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ സാധിക്കും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ധാരണ. അതിൻ്റെ അർത്ഥം ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കുന്നതിൽ ഞങ്ങൾക്ക് വേണ്ടത്ര സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾ സൂക്ഷ്മമായിട്ടുള്ള പരിശോധനയിൽ അതാണ് കാണുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ മനസ്സ് മനസ്സിലാക്കി പ്രവർത്തനം കാര്യക്ഷമതയോടെ മുന്നോട്ടേക്ക് നീക്കാൻ നമുക്ക് കഴിയണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ഓരോന്നും വരുമ്പോൾ വലതുപക്ഷ മാധ്യമങ്ങൾ എടുത്ത നിലപാടും വളരെ പ്രധാനമാണ്. ഞാൻ മുമ്പേ പറയുന്നത് പോലെ നിങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു നിലപാട് ഗവൺമെൻറ്റിനും പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുമെല്ലാം എതിരായിട്ടുള്ളതാണ്. പിണറായിയെ ഒറ്റതിരിച്ച് കടന്നാക്രമിച്ച് വ്യാപകമായ കള്ളപ്രചാരവേലയിലൂടെ ഒരു ഇമേജ് തന്നെ തകർക്കാനുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് UDFും വലതുപക്ഷ മാധ്യമങ്ങളും എത്രയോ കാലമായിട്ട് ശക്തിയായി നടത്തി വരുന്നു. അതിപ്പോഴും തുടരുകയാണ്. CPIMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വ കേന്ദ്രം എന്ന നിലയിൽ പിണറായിയെയും കുടുംബത്തെയും ടാർഗറ്റ് ചെയ്യുക, പാർട്ടി നേതൃത്വത്തെ ടാർഗറ്റ് ചെയ്യുക, ഈ നിലപാടാണ് വലതുപക്ഷ മാധ്യമങ്ങൾ കുറേ വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരം പ്രചരണങ്ങൾ ഒരു പരിധിവരെ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ കണ്ടെത്തൽ. മാധ്യമധർമ്മം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തതിന് പകരം വർഗപരമായ വീക്ഷണത്തോടുകൂടി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേല, ഇടതുപക്ഷ വിരുദ്ധ പ്രചാരവേല
യഥാർത്ഥത്തിൽ വലതുപക്ഷ തീവ്ര ശക്തികളെയാണ് സ്വാധീനിക്കുന്നത് എന്നും മാധ്യമ ശൃംഖലയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവണമെന്നാണ് ഞങ്ങൾക്ക് വിസ്മൃതി പറയാനുള്ളത്. BJPയുടെ ജനകീയ വളർച്ച തടയുന്നതിനുതകുന്ന രീതിയിലുള്ള രാഷ്ട്രീയ സമീപനം സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അതുപോലെ മതരാഷ്ട്രവാദത്തിനെതിരായ ശക്തമായ പ്രചരണവും സംഘടിപ്പിക്കാൻ സാധിക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമരംഗത്തെ ഇടപെടൽ വളരെ പ്രധാനമാണ്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചെല്ലാം ഒരു രൂപരേഖ തയ്യാറാക്കി ഞാൻ നേരത്തെ പറഞ്ഞ നിരവധി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എന്തിനാണ് പ്രയോറിറ്റി നൽകേണ്ടത് എന്ന കാര്യം ചർച്ച ചെയ്ത് പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടത്തിപ്പോകാൻ കഴിയണം. അതിലേറ്റവും ദുർബല ജനവിഭാഗങ്ങൾക്ക് നൽകേണ്ടുന്ന കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക, വർഗപരമായിട്ട് തന്നെ മുൻഗണന നൽകുക എന്നുള്ള നിലപാടും സ്വീകരിക്കണം. പാർട്ടിക്ക് ഏറ്റിട്ടുള്ള ഈ തിരിച്ചടി പരിഹരിക്കുന്നതിനുള്ള ശക്തമായ നിലപാടുകൾ പാർട്ടി സ്വീകരിക്കുക ചെയ്യും. ബൂത്ത് തലം വരെയുള്ള പരിപാടികൾ പരിശോധിച്ച് അതിനാവശ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യും. കേന്ദ്ര നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് കേരളത്തിലെ 4 കേന്ദ്രങ്ങളിൽ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും പങ്കെടുക്കുന്ന 4 മേഖലാ യോഗങ്ങൾ 2, 3, 4 തീയതികളിൽ നടക്കാൻ പോവുകയാണ്. അതേപോലെ തന്നെ തുടർന്ന് ജില്ലാ കേന്ദ്രങ്ങളിൽ വിവിധ മേഖലകളാക്കി തിരിച്ച് പാർട്ടി തിരഞ്ഞെടുക്കപ്പെട്ട സഖാക്കൾക്കെല്ലാം ഈ റിപ്പോർട്ട് നൽകുന്നതിനു വേണ്ടി ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ മേഖലാടിസ്ഥാനത്തിലുള്ള ഇത്തരം യോഗങ്ങൾ തീർച്ചയായിട്ടും പാർട്ടിക്കകത്ത് കൃത്യമായ ഒരു ദിശാബോധം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സഹായകമാകുക. താഴെ തരം വരെ ജനങ്ങളോട് സംവേദിക്കാൻ ലോക്കൽ അടിസ്ഥാനത്തിലും ചിലപ്പോഴത് വിഭജിച്ചും ആ മേഖലയിലെ മുഴുവൻ ജനങ്ങളെയും വിളിച്ചു ചേർത്തുകൊണ്ട് അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാനും ഞങ്ങൾക്ക് പറയാനുള്ളത് പറയാനുമുള്ള ഒരു സൗഹൃദം എല്ലാ ലോക്കലുകളിലും രൂപപ്പെടുത്തണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. ആഗസ്റ്റ് 19 വരെയുള്ള തീയതികൾ ഉപയോഗിച്ച് കേരളത്തിലെ എല്ലാ ലോക്കലുകളിൽ ഇത്തരത്തിലുള്ള ബഹുജന കൂട്ടായ്മ അതിവിപുലമായ രീതിയിൽ സംഘടിപ്പിക്കണം. ആ കാര്യവും തീരുമാനിച്ച് കഴിഞ്ഞിട്ടുള്ളത്. മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് മതനിരാസമാണ് CPIMൻ്റെ മുഖമുദ്ര എന്നതിനിടെ വിശദീകരിക്കുകയുണ്ടായി. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം മതം ലോകത്ത് നിർവഹിച്ച ഗുണകരമായ കടമകളെല്ലാം അംഗീകരിക്കുന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. മതനിരപേക്ഷതയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്. CPIMൻ്റെ പാർട്ടി പരിപാടി തന്നെ വിശ്വാസികൾക്കും മതവിശ്വാസം അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, ഇനി ഒരു വിശ്വാസമില്ലാത്തവർക്കും ജീവിക്കാൻ സാധിക്കുന്ന ഒരു നാടിനെക്കുറിച്ചാണ് പാർട്ടി പരിപാടി തന്നെ വിഭാവനം ചെയ്തിട്ടുള്ളത്. പാർട്ടിയിലേക്ക് കടന്നു വരുന്നതിന് മതവിശ്വാസികൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന ചോദ്യവും ഉന്നയിക്കേണ്ടായി. ഒരു തടസ്സവുമില്ല. ഏത് വിശ്വാസിക്കും പാർട്ടിയിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നതാണ് നമ്മുടെ പാർട്ടിയുടെ നിലപാട്.
പാലസ്തീൻ പ്രശ്നത്തിലും സദാം ഹുസൈൻ്റെ പ്രശ്നത്തിലുമെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും ഇടപെടുന്നത് കൃത്യമായ സാർവദേശീയ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. അത് വോട്ട് തട്ടാനാണ് എന്നാണ് ലീഗ് നേതാവിൻ്റെ വ്യാഖ്യാനം. ഞങ്ങൾക്ക് ഈ സാർവദേശീയ പ്രശ്നങ്ങൾ എന്ന് പറയും ഇപ്പോഴും മാത്രമല്ല, സോവിയറ്റ് റഷ്യ ഉള്ളപ്പോഴും അതിശക്തിയായിട്ട് സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് സ്വീകരിച്ചു പോയിട്ടുള്ള പാർട്ടിയാണ് CPIM. സദാം ഹുസൈന് പിന്തുണ നൽകുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനവും സാമ്രാജ്യത്വത്തിനെതിരായിട്ട് അമേരിക്കൻ സാമ്രാജ്യത്വം ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായി ലോകത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തായിട്ട് സദാം ഹുസൈൻ മാറിയപ്പോൾ ആ നിലപാട് അന്നും ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങളതിനെ ഇനിയും തള്ളിപ്പറയുക എന്നുള്ള നിലപാടിലേക്കല്ല പോകുന്നത്. മതത്തിൻ്റെ പേരിലുള്ള രാഷ്ട്രമാക്കുക എന്നുള്ള മതരാഷ്ട്ര ചിന്ത അതിവിടെ ഇന്ത്യയിലാവുമ്പോഴും ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും അത് രണ്ടും വർഗീയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ മതരാഷ്ട്രവാദത്തിനാണ് ഞങ്ങൾ ശക്തിയായിട്ട് എതിർക്കുന്നത്. ലവ് ജിഹാദിനെ സംബന്ധിച്ച് പറയേണ്ട ഇത് CPM ആണ് ഇവിടെ ആദ്യമായിട്ട് പറഞ്ഞത് എന്നാണ്. ലവ് ജിഹാദ് പ്രശ്നം സംഘപരിവാറിൻ്റെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തെ കേരളത്തിൽ ശക്തിയായിട്ട് എതിർത്ത നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് CPIM. സംസ്ഥാന സർക്കാർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലായിട്ടും CPM-നെതിരായി ഇങ്ങനെയൊരു നിലപാട് മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ എന്തിനാണ് സ്വീകരിച്ചത് എന്നുള്ളത് വളരെ വ്യക്തം. ഞാൻ നേരത്തെ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമും SDPIയും പോപ്പുലർ ഫ്രണ്ടും തമ്മിലെല്ലാം ഉണ്ടാക്കിയ, ലീഗും കോൺഗ്രസും ചേർന്നുണ്ടാക്കിയ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെടുമ്പോൾ CPM-നെ ഏതെങ്കിലും രീതിയിൽ ഒന്ന് ഒതുക്കാൻ ഉതകുന്ന നിലപാട് പ്രസിഡന്റിൻ്റെ തന്നെ ഭാഗത്തുനിന്ന് ആവുമെന്നാണ് അവർ ധരിച്ചത്. അത് അവർ തന്നെ പരിഹാസ്യമാവുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ചില പ്രസ്താവനകൾ പരിശോധിച്ചാൽ രാജ്യസഭാ സ്ഥാനാർത്ഥികളുടെ നിർണയത്തോടെ ഇടതുപക്ഷം ന്യൂനപക്ഷത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രീനാരായണ ദർശനം ഞാൻ നേരത്തെ തന്നെ വിശദീകരിച്ചു. അങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ഇടതുപക്ഷം ന്യൂനപക്ഷത്തിന് രാജ്യസഭയിൽ കൊണ്ടുവന്ന അതിൻ്റെ ഒരു ആരോപണമായിട്ട് ഉന്നയിച്ച് ആ രീതിയിലുള്ളൊരു നിലപാട് സ്വീകരിച്ചത് അവർ തന്നെ ഗൗരവപൂർവ്വം കാണേണ്ട ഒന്നാണ്. കേന്ദ്ര ഗവൺമെൻറ് BJP രൂപീകരിച്ച കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു മുസ്ലിമിനെ പോലും ഉൾപ്പെടുത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ മേലെ ഒരു തരത്തിലുള്ള പ്രശ്നവും അവർ ഉന്നയിക്കുന്നില്ല. അപ്പോൾ സംഘപരിവാർ അജണ്ടയുടെ അതിന് കീഴടങ്ങുന്ന രീതിയിലുള്ള ഒരു മനസ്സ് രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. സർവമത സംഗമം നടത്തി എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നാണ് എന്ന് പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ദാർശനിക കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നിലപാടാണിപ്പോൾ ഞാൻ ആദ്യം പറയുമ്പോഴേ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ സംഘപരിവാറിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലത്തും SNDPയുടെ വിവിധ നേതൃനിരയിലുള്ളവരും എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം. അപ്പോൾ ഇതൊന്നും മതനിരപേക്ഷ ഉള്ളടക്കമുള്ള കേരളത്തിന് അനുയോജ്യമായ ഒരു നിലപാടല്ല എന്ന്
മതനിരപേക്ഷതയിൽ ഊന്നി നിൽക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും മനസ്സിലാക്കും. അല്ലാതെ രീതിയിലുള്ള വർഗീയ ധ്രുവീകരണ ശ്രമത്തെ ജനങ്ങൾ ശക്തിയായിട്ട് എതിർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞങ്ങൾ വളരെ വിശദമായിട്ട് ചർച്ച നടത്തിയിട്ട് തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങാനും വർഗീയതയെ പ്രതിരോധിക്കാനും വർഗരാഷ്ട്രീയം, തൊഴിലാളികൾ, കൃഷിക്കാർ, ഇപ്പോൾ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ കർഷക ജനവിഭാഗങ്ങളുടെ സംഘടിത തൊഴിലാളി വർഗത്തിൻ്റെ പോരാട്ടങ്ങളെല്ലാം വിവിധ മേഖലയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇലക്ഷനിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വലിയ രീതിയിലുള്ള വർഗസമര പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തി ജനങ്ങളെ അണിനിരത്തി ഈ വർഗീയ കൂട്ടായ്മക്കെതിരായിട്ട് മുന്നോട്ടേക്ക് പോകാനാവണം. മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയും അതുപോലെ BJPയുടെ അപകടം മനസ്സിലായും അതിനെ പ്രതിരോധിക്കാൻ നല്ലതാണ് കോൺഗ്രസ് എന്ന് കരുതിപ്പോയ ആളുകളെ ഉൾപ്പെടെ തിരിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള നല്ല ജാഗ്രതയായ സഹനപൂർണമായ പ്രവർത്തനം ഈ പരാജയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നടത്താനാവണമെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും കണ്ടിട്ടുള്ളത്. ഇതാണ് വിശദീകരിക്കുന്നത്. അല്ല, ഞങ്ങളതിൽ സംബന്ധിച്ച് എല്ലാ ഘട്ടത്തിലും ആവശ്യമായ തിരുത്തലുകൾ വരുത്താൻ തയ്യാറാണല്ലോ. ആരുടെയെങ്കിലും സ്റ്റേറ്റ്മെൻറ്റോ ആരുടെയെങ്കിലും പെരുമാറ്റമോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും നിലപാടുകളോ വ്യക്തിപരമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. അത് പാർട്ടി എന്ന രീതിയിൽ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുമ്പോട്ടേക്ക് പോകും. സർവ്വതല സ്പർശിയായ മേഖലയിൽ ആവശ്യമുള്ള തിരുത്തൽ പാർട്ടി നടത്തും. തെറ്റായ ഒരു പ്രവണതക്കും പാർട്ടി കൂട്ടുനിൽക്കുന്ന സമീപനം സ്വീകരിക്കില്ല. അത് നേതാക്കളുടെ കാര്യത്തിലായാലും സാധാരണ സഖാക്കളുടെ കാര്യത്തിലായാലും എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒന്നാണ്. അല്ല, അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. അല്ലല്ല, എന്താ അറിയോ, അത് കേരളത്തിലെ ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ഒരു ജനവിഭാഗമായിരുന്നു ഈ ഞങ്ങളുടെ എല്ലാ നാട്ടിൽ തീയാക്കടെ ഈഴവ. അവരാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും പുരോഗമന പ്രസ്ഥാനത്തിൻ്റെയും നട്ടെല്ലായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവർ തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർഗീയ ധ്രുവീകരണത്തിലേക്കുള്ള നീക്കമാണ് ആരംഭിച്ചത്. അത് ശക്തിയായിട്ട് അതിനെ എതിർത്തുകൊണ്ട് തന്നെ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോയാൽ അതിൽ വിള്ളലുണ്ടാക്കാനുള്ള ശ്രമത്തെ നമുക്ക് ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത്. അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്. അവരെപ്പറ്റി മാത്രമല്ല, മറ്റ് വിവിധ സംഘടനകളുണ്ടല്ലോ. ചെറിയ ചെറിയ സംഘടനകൾ നിരവധിയുണ്ട്. ജാതി സംഘടനകളെ പറ്റി ഞാൻ പറഞ്ഞു. അത് അന്നേരം പറയാം. മുൻഗണനാക്രമം ഞങ്ങൾ ചർച്ച ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അടുത്ത മാസമാകുമ്പോൾ വളരെ വേഗം തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഭാവി പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വളരെ ഫലപ്രദമായ ഒരു ഇടപെടൽ. അത് നമുക്ക് ഈ സാമൂഹിക ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന നിരവധിയായ മാറ്റങ്ങളെ ഉൾപ്പെടെ കണ്ടുകൊണ്ട് പോകണം. ഓരോന്നിനെ സംബന്ധിച്ച് ഇടപെടണം. അത് ഇടപെടും എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. എങ്ങനെ അത് ഒരുപാട് ഘടകങ്ങളുണ്ട് അതിൽ. അവിടെ ഫണ്ടിങ് ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ നേരെ ഇടപെട്ട വലിയ രീതിയിലുള്ള ഭരണ ഭയപ്പെടുത്തലുണ്ട്. തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്കിത് മനസ്സിലാകുന്നത് പല മേഖലയിലുമായിട്ട്. ഞങ്ങളിപ്പോഴും തിരുത്തലിന് വിധേയമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ തിരുത്തലിന് വിധേയപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളോടൊപ്പം നിൽക്കാൻ പറ്റുന്നവർക്കെല്ലാം ഞങ്ങളുമായിട്ട് മുമ്പോട്ടേക്ക് പോകാം. അതിൽ യാതൊരു തർക്കവും ഞങ്ങൾക്കില്ല. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. SNDP അതിൻ്റെ രൂപീകരണ കാലഘട്ടം മുതൽ ചൂണ്ടിക്കാണിച്ച മതനിരപേക്ഷ ഉള്ളടക്കമുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി വർഗീയതയിലേക്ക് നീങ്ങാനുള്ള ചില ശ്രമങ്ങളുണ്ട്. ആ ശ്രമങ്ങളെ ഫലപ്രദമായിട്ട് കണ്ടുകൊണ്ടുപോകണം നമുക്ക് മുന്നോട്ട് പോകാം. അതാണ് പറഞ്ഞത്. അല്ല, പെട്ടെന്നൊരു പരിവർത്തനമൊന്നും ഉണ്ടായില്ല. ഇതെല്ലാം പറഞ്ഞാൽ കുറേ കൊല്ലമായിട്ട് ഇങ്ങനെ തുടർന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പതിറ്റാണ്ടുകളായിട്ട് BDJS-ഉമായിട്ട് ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ തന്നെ മകൻ, ഇപ്പോഴാണെങ്കിൽ അവരുടെ ഭാര്യ, ഇവരെല്ലാം മെല്ലെ മെല്ലെ RSS വൽക്കരിക്കുന്നതിന് വേണ്ടി നടത്തിയുള്ള പ്രവർത്തനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്.
അങ്ങനെ ഓരോ മേഖലയിലും, എല്ലാ മേഖലയിലും ഒരുപോലെയല്ല, കേരളത്തിലുടനീളം ഒരുപോലെയല്ല, വിവിധ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അതാത് മേഖലയിൽ വളരെ ഫലപ്രദമായി ഇടപെട്ട് മുമ്പോട്ടേക്ക് പോകണം തന്നെയാണ് കാണുന്നത്. അല്ല, അതൊക്കെ ഗവൺമെൻറ് പരിശോധിക്കേണ്ടതാണല്ലോ. അത് ആ രീതിയിലാണ് അതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അല്ല, അവരുടെ അവരുടെ നേതൃത്വത്തിലുള്ള തെറ്റിദ്ധാരണയല്ല, ജനങ്ങളുടെ തെറ്റിദ്ധാരണയാണല്ലോ മാറ്റേണ്ടത്. അവർക്കെല്ലാം ധാരണയുണ്ട്. തെറ്റിദ്ധാരണ ഈ സാധാരണ ജനങ്ങൾക്കാണ്. അവരുടെ തെറ്റിദ്ധാരണ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ. ഞാൻ പറഞ്ഞതിൽ അതൊന്നും ഉൾക്കൊള്ളുന്നില്ലല്ലോ. ഇപ്പോഴും 33.35% വോട്ട്, 3.5% വോട്ട് CPM കിട്ടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിലുള്ള ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. എല്ലാം തിരിച്ച് പോയിരിക്കുകയാണെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. പാർട്ടിക്ക് തിരിച്ചു വരാൻ സാധിക്കുന്ന വളരെയേറെ ശ്രദ്ധേയമായ ഒരു തലമാണ് കേരളത്തിലുള്ളത്. ഇപ്പോൾ കോൺഗ്രസും BJP എല്ലാം പറയും ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള സീറ്റ് മുൻകൈ കിട്ടിയിട്ടുണ്ടെന്നാണ്. കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിൽ 123 സീറ്റിൽ മുൻകൈ ഉണ്ടായിരുന്നു. ഇപ്പോൾ 111 സീറ്റിലേ ഉള്ളൂ. അന്ന് BJPക്ക് ഒരു സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ അവർക്ക് 11 സീറ്റുണ്ട്. അവർ ഇതിനു മുമ്പ് കേന്ദ്രത്തിലും ജയിച്ചിട്ടുണ്ട്. കേന്ദ്ര പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് മൂവാറ്റുപുഴ ജയിച്ചിട്ടുണ്ട്. NDA സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നേമത്ത് ജയിച്ചിട്ടുണ്ട്. അതെല്ലാം അക്കൗണ്ട് കൂട്ടിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇനിയും മുമ്പോട്ടേക്ക് വന്നാൽ ഒരു സംശയവും CPM-നില്ല. ഈ 111 സീറ്റ് 123 സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം അവരുടെ കയ്യിലുള്ളപ്പോഴാണ്, അല്ലെങ്കിൽ അവർക്ക് മുൻകൈയുള്ളപ്പോഴാണ് 99 സീറ്റിൽ ഞങ്ങൾ ജയിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചത്. അതേപോലെ ഇത് കേന്ദ്ര രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരിക. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ഇക്വേഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പാർലമെൻറ്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിലൊക്കെ വരുന്നത്. അത് നല്ല ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചാൽ അതിൻ്റെ എല്ലാം അടിത്തറ വിവരപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ശക്തിയായിട്ട് മുന്നോട്ടേക്ക് വരാൻ കഴിയും, തിരിച്ചു വരാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും CPM-ന്. അത് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഞങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. അതിൽ ഞങ്ങൾ കാണുന്നത് സംഘപരിവാർ അജണ്ടയിലേക്ക് നീങ്ങാൻ ഇടയുള്ള, അല്ലെങ്കിൽ നീങ്ങി വരുന്ന SNDP-യുടെ ഭാഗമായിട്ടുള്ള ആളുകൾ ശരിയായ SNDP രാഷ്ട്രീയം തന്നെ കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് വരണം. അത് മതനിരപേക്ഷമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. മതിയാണ്. അല്ല, അത് നിങ്ങൾ കാണേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗം ഒഴിവാക്കണ്ട, അതിലെല്ലാം കൂടി ചേർത്തിട്ട് നോക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം കൂടി എടുത്ത് നിങ്ങൾ ഏതാ പത്രം? മനോരമയോ? എന്നാൽ പിന്നെ ഉറപ്പില്ലേ വരാൻ പോകുന്നു ഇതായിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ഞാൻ പറയാം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി തന്നെ പറയാം. ഞാൻ പറഞ്ഞത് കേരളത്തിലെ ദേശീയ രാഷ്ട്രീയം, അതായത് ദേശീയ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് കേരള രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതിൽ പരിമിതിയുണ്ട്. ആ പരിമിതിയായി ഞാൻ പറഞ്ഞത് ഇന്ത്യ എന്ന കൂട്ടുകെട്ടിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് കോൺഗ്രസ്സാണ്. ഞങ്ങൾ നിർത്തിയ സീറ്റിൻ്റെ തന്നെ എണ്ണം കുറവാണല്ലോ. അപ്പോൾ ദേശീയ അടിസ്ഥാനത്തിൽ ഒരു ഗവൺമെൻറ് രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഉന്നയിച്ച മുദ്രാവാക്യം BJP-യെ താഴെ ഇറക്കുക എന്നുള്ള മുദ്രാവാക്യം ഫലപ്രദമായിട്ട് ചെയ്യാൻ സാധിക്കുക നിങ്ങളെക്കാളും കൂടുതൽ കോൺഗ്രസ്സിനാണല്ലോ എന്ന ചിന്തയാണ് ഞാൻ പറഞ്ഞത്. അവിടെ വേറെ വ്യാഖ്യാനം വേണ്ട കേട്ടോ. അതിന് നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞല്ലേ. മുഖ്യമന്ത്രി എന്ത് ശൈലിയാണ് മാറ്റണ്ടേ? അല്ല, ഞാൻ ചോദിക്കുന്നത് എന്താ, നിങ്ങളിപ്പോൾ കുറേ കൊല്ലമായാലോ ഇത് പറയാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് തന്നെയല്ലേ ഞങ്ങൾ 99 സീറ്റ് കിട്ടി രണ്ടാം ഗവൺമെൻറ് വന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു ഗവൺമെൻറ് രണ്ടാമത്തെ ഭരണത്തിൽ വരുന്നത്. അന്നും പിണറായി തന്നെയായിരുന്നല്ലോ. നിങ്ങളിപ്പോൾ കുറച്ച് ആൾ കൂടി ചേർന്നിട്ട് പിണറായിയെ ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ച് ഒരു ജനങ്ങൾക്കിടയിൽ ഒരു ഇമേജ് വേറെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണ്. അതിനൊന്നും CPM വഴങ്ങുന്ന പ്രശ്നമില്ല. വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ അമ്മാതിരി ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമില്ല കേട്ടോ. ഇതേ ഒരു ശൈലി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നയാ?
അപ്പോൾ നാളത്തെ പത്രത്തിലെ പ്രധാനപ്പെട്ട ഹെഡിങ് അതായിരിക്കും ഇതേ ശൈലി തുടരും എന്ന് MP ഗോവിന്ദൻ. അത് പറയാൻ വേണ്ടിയിട്ടാണോ? എന്നാൽ അങ്ങനെ ആക്കിയാൽ മതി. പോലീസിൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിശോധിച്ച് ആവശ്യമായ ക്രമീകരണം വരുത്തി മുൻഗണന തീരുമാനിച്ച് ഞങ്ങളുടെ ഭാവി പരിപാടികൾ പൂർണ്ണമായിട്ടും ചർച്ച ചെയ്ത് തീരുമാനിക്കുമ്പോൾ അതെല്ലാം പൂർണ്ണമായിട്ട് കൈകാര്യം അത് നിങ്ങളെന്നെ വാർത്ത കൊടുത്തല്ലോ. വേറെ അതായത് മന്ത്രിയെയൊക്കെ തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രി. ഗവൺമെന്റ് അല്ല, ഞങ്ങൾ ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ഗവൺമെന്റിന്റെ രാഷ്ട്രീയ നേതൃത്വവുമായി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണല്ലോ. അതിൽ പാർട്ടി CPIയും പ്രധാനപ്പെട്ട ഘടകമാണ്. അത് സംബന്ധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നതാണ് ഞാൻ. അതൊക്കെ മുഖ്യമന്ത്രി തന്നെ പറയുന്നതാണ്. കാരണം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞു ഞാൻ